കഴിഞ്ഞ ഞാൻ വീഡിയോ എടുത്ത ട്രെയിനിന്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് മൈക്ക് പ്രശ്നമായി പോയി. മൈക്ക് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ പക്ഷേ ഒരു കാര്യമില്ല. ഞാൻ എന്തായാലും എടുത്ത ട്രെയിനിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മാർഗനൈസേഷൻ കാര്യങ്ങളൊക്കെ നടത്താം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ ഫോറക്സ് മാർക്കറ്റ് പറഞ്ഞപ്പോഴും റേഞ്ചിനുള്ളിൽ ഓക്കെ, ഫോറക്സ് മാർക്കറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതിനുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വാസം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ മെയിൻ പ്ലെയറിന്റെ ഇതിന്റെ ഒരു കറന്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനിപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ടൈം നമുക്ക് വീക്കിലേക്ക് പോകാം. വീക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണുന്ന പ്രൈസ് ഇപ്പം നിൽക്കുന്നത് 150-നും 140-നും ഇടയ്ക്കുള്ള റേഞ്ചിലാണ് കുറേ കാലമായിട്ട് നിൽക്കുന്നത്. ഒരു 3-4 മാസമായിട്ട് റേഞ്ചിലാണ് പ്രൈസ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രൈസ് റേഞ്ച് നിൽക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് നെക്സ്റ്റ് ഇൻഫർമേഷൻ വേണ്ടത് ഡെയിലി ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നാണ് പ്രൈസ്. ഈ മാസം ആദ്യം തൊട്ട് പ്രൈസ് ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ആ പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 146-നും 148-നും റേഞ്ചിലാണ് പ്രൈസ് നിൽക്കുന്നത്. ഒരു മാസമായിട്ട് പ്രൈസ് ആ ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് കിട്ടേണ്ടത് അതിനുള്ളിൽ പ്രൈസ് ഓരോ ദിവസവും പ്രൈസ് ഏത് രീതിയിലാണ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നതാണ് അറിയേണ്ടത്. അതിനായിട്ട് നമുക്ക് 1 hour ടൈം ഫ്രെയിമിലേക്ക് പോകാം. സോ ഈ 1 hour ടൈം ഫ്രെയിമിലേക്ക് എന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു ലാസ്റ്റ് 1 month ഇൻഫർമേഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാസ്റ്റ് 1 month ഇൻഫർമേഷൻ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഒരു ലാസ്റ്റ് 1 monthന്റെ ഇൻഫർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് പ്രൈസ് ഒരു 147-നും 148-നുള്ളിൽ ഒരു കുറേ ദിവസം ട്രേഡ് ചെയ്തു. അത് കഴിഞ്ഞ് 148 മേളിലേക്ക് പോയി. അതവിടെ സസ്റ്റെയിൻ ചെയ്തില്ല, താഴേക്ക് വന്ന് വീണ്ടും 148 147-നുള്ളിൽ ട്രേഡ് ചെയ്തു. 147-നുള്ളിലേക്ക് ഒന്ന് പോയി നോക്കി. ഇപ്പം അത് പ്രൈസ് അവിടെ നിന്നില്ല. അത് വീണ്ടും നമ്മുടെ ആ മന്ത്ലി റേഞ്ചിലേക്ക് വന്നു. മന്ത്ലി റേഞ്ച് 147 148-ആണ്. അതിനുള്ളിലേക്ക് വന്നിട്ട് വീണ്ടും പ്രൈസ് അതിനുള്ളിൽ തന്നെ ദിവസങ്ങളോളം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്തു. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനാണ് നമ്മുടെ കറണ്ട് ഡേ ട്രേഡിങ്ങിലേക്ക്. ലാസ്റ്റ് 1 month പ്രൈസ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ലാസ്റ്റ് 1 week പ്രൈസ് എന്ത് ചെയ്യുന്നു അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മൾ ഏത് ദിവസങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആ ദിവസത്തെ ഇൻഫർമേഷൻ വളരെ ക്രിട്ടിക്കലാണ്. അത് നമ്മൾ നോക്കിയിരിക്കണം. ഓക്കെ, സോ നമ്മൾ അറിഞ്ഞിരിക്കണം. അത്രേ ഉള്ളൂ. എല്ലാ ദിവസം നോക്കണമെന്നില്ല, നമുക്ക് അത് മനസ്സിലാക്കി ഇരുന്നിട്ടാൽ മതി. പിന്നെ അത് പ്രൈസ് 148 മുകളിലേക്ക് ഒന്ന് പോയി, എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നു. വീണ്ടും 148 മുകളിലേക്ക് പോയ ഒരു ദിവസം അത് എന്തോ ഒരു ന്യൂസോ കാരണം എന്തോ ഉണ്ട് അത് പെട്ടെന്ന് തന്നെ പ്രൈസ് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് 147 താഴെ പോയി. അവിടെ പ്രൈസ് നിന്നില്ല. പ്രൈസ് വീണ്ടും നമ്മുടെ ട്രേഡിംഗ് റേഞ്ചിലേക്ക്, നമ്മുടെ മന്ത്ലി ട്രേഡിംഗ് റേഞ്ചിലേക്ക് വന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാസ്റ്റ് 1 week ആയിട്ടും പ്രൈസ് ഈ നമ്മുടെ ഈ 147 148 എന്നുള്ള റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ തന്നെയുള്ളതാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഈ റേഞ്ചിൽ തന്നെയാണ് നമുക്ക് ഇത് ട്രേഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് കറന്റ് ഡേ ട്രേഡ് ചെയ്യുന്നത് നമുക്ക് 200 ട്രേഡ് എടുക്കണം. ഇങ്ങനെ ചെയ്യും. നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് പോകാം. നമുക്ക് കറന്റ് ഡേ പ്രൈസ് എന്താ ചെയ്യുക നമുക്ക് മനസ്സിലാക്കാം. അതിന് മുമ്പ് നമുക്ക് ഇപ്പം ഈ ആഴ്ച പ്രൈസ് എന്താ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി എന്താ ചെയ്യുന്ന പ്രൈസിന് കറണ്ട് വീക്കിലി ഈ കറണ്ട് വീക്ക് പ്രൈസ് ചെയ്തിരിക്കുന്നു പറഞ്ഞ പ്രൈസ് ഇവിടെയാണ് ഓപ്പണിംഗ് ഇവിടെയായിരുന്നു. അത് നമ്മൾ ലാസ്റ്റ് വീക്ക് ക്ലോസ് ചെയ്ത് 147 താഴെയാണ് പ്രൈസ് ക്ലോസ് ചെയ്തത്. ഓപ്പൺ ചെയ്ത് 147 താഴെ ഓപ്പൺ ചെയ്തു. പക്ഷെ ഉടനെ തന്നെ 147 148 റേഞ്ചിലേക്ക് പ്രൈസ് എത്തി. നമ്മുടെ ഈ മാസത്തെ ട്രേഡിംഗ് റേഞ്ചിലേക്ക് പ്രൈസ് എത്തി. അതിനുശേഷം വീണ്ടും പ്രൈസ് മേളിലേക്ക് പോയി താഴേക്ക് വന്നു, മേളിലേക്ക് പോയി താഴേക്ക് വന്നു, മേളിലേക്ക് പോയി താഴേക്ക് വന്നു, വീണ്ടും 148 മേളിലേക്ക് ഒന്ന് പോയി, വീണ്ടും പ്രൈസ് താഴേക്ക് വന്നു. എന്നിട്ട് വീണ്ടും പ്രൈസ് ഈ ഒരു 147 ഒരു ബോട്ടം റേഞ്ചിൽ തന്നെ കളിച്ചു. ഇങ്ങനെ അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വീണ്ടും താഴേക്ക് 147 ബ്രേക്ക് താഴേക്ക് പോയി
പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുന്നില്ല, അവിടെ വീണ്ടും ആ ട്രേഡിംഗ് റേഞ്ചിലേക്ക് ഉള്ളിലേക്ക് വന്നു. പക്ഷെ വീണ്ടും പ്രൈസ് താഴേക്ക് പോയി, ഒരു പുതിയ ലോ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഒരു പുതിയ മന്ത്ലി ലോ ക്രിയേറ്റ്, പുതിയ വീക്ക്ലി ലോ ക്രിയേറ്റ് ചെയ്തു. പുതിയ വീക്ക്ലി ലോ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അത് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോയി. വിത്തിൻ ദ മന്ത്ലി വീക്ക്ലി റേഞ്ചിൽ തന്നെ അത് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 2 മണിക്കൂർ മുമ്പ് വരെ 147 തന്നെയാണ് പ്രൈസ് ചെയ്യുന്നത്. 147 താഴെ തന്നെയാണ് പ്രൈസ് ചെയ്യുന്നത്. അതിനുശേഷം കഴിഞ്ഞ ലാസ്റ്റ് അവർ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലാസ്റ്റ് അവർ ഈ പർട്ടിക്കുലർ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ലേബർ സെഷൻ മുമ്പ് പ്രൈസ് താഴെ നടന്നില്ല. പക്ഷേ ലേബർ സെഷൻ പ്രൈസ് മുകളിലേക്ക് പോയി. ഇത് കഴിഞ്ഞ ഇൻഫർമേഷൻ ഇനി നമുക്ക് കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഉണ്ട്. ഇന്നത്തെ ദിവസം സംബന്ധിച്ച് നമുക്ക് കുറച്ചുകൂടി ഏറ്റവും എടുക്കാൻ സാധിക്കും. അതായത് ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് 147 മുകളിലേക്ക് പോയി, നടന്നില്ല. മുകളിലേക്ക് പോയി, നടന്നില്ല. മുകളിലേക്ക് പോയി, നടന്നില്ല. പിന്നെ 10 മണിയായപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോയി. ഇമ്പോർട്ടൻറ്റ്, പ്രൈസ് മുകളിലേക്ക് പോയി പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും പ്രൈസ് താഴേക്ക് വന്നിട്ടിരിക്കുകയാണ്. ഓക്കെ, ട്രേഡ് എടുക്കുന്നുണ്ട്. ട്രേഡ് എടുക്കാം, ചെറിയ ലോ റിസ്ക് നമുക്ക് ട്രേഡ് എടുക്കാം. എനിക്ക് ഓപ്ഷൻ ട്രേഡ് എടുക്കാം. നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ട്രേഡ് എടുത്തിട്ട് നമുക്ക് ഇവിടുത്തെ ഈ കറണ്ട് ഇപ്പോഴത്തെ ഇതൊരു പുതിയ റേഞ്ചാണ് കേട്ടോ. ഈ ദിവസത്തെ പുതിയ റേഞ്ചാണ്. ഈ ദിവസത്തെ പുതിയ റേഞ്ച്, ഈ ദിവസത്തെ ഓപ്പണിംഗ് റേഞ്ച് ഒക്കെ ഇതായിരുന്നു. ഓപ്പണിംഗ് റേഞ്ച് ഇതായിരുന്നു 146.8 തൊട്ട് 147 വരെയായിരുന്നു കറണ്ട് ഓപ്പണിംഗ് റേഞ്ച്. ആ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ലണ്ടൻ സെക്ഷൻ ഓപ്പണിംഗ് റേഞ്ച്. ഓപ്പണിംഗ് റേഞ്ചിൽ അത് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആണ്, പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ ട്രേഡിംഗ് ഡേയിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു ലണ്ടൻ സെഷനിൽ. ഇമ്പോർട്ടൻ്റ് ആണ്, ക്രിയേറ്റ് ചെയ്തു. നമുക്ക് 1 മിനിറ്റിലേക്കും പോകാം. ഓക്കെ, കാരണം 1 മിനിറ്റിലേക്ക് പോകാൻ കാരണം 5 മിനിറ്റിൽ നമുക്ക് ഒരു 20 to 25 പിപ്പ് റേഞ്ച് ഉണ്ട്. 20 to 25 പിപ്പ് റേഞ്ചാണ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കതിലും ഫോറക്സ് ട്രേഡിങ്ങിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറയുന്നത് ഇത് നമുക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് ആകാശം കിട്ടും വരെ ട്രേഡിലേക്ക് നിൽക്കുക എന്നുള്ളതാണ്. പ്രോഫിറ്റ്, അതായത് ഈ കറൻസി എക്സ്ചേഞ്ചിന്റെ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളിൽ എവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ ട്രേഡ് എടുത്ത് ചെറിയ പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫോറക്സ് ട്രേഡിങ്ങിന്റെ ഏറ്റവും ബേസിക് ലെസൺ. അല്ലാതെ ഒരു ട്രേഡ് എടുത്തിട്ട് അത് വരെ നിൽക്കുക എന്നുള്ളതാണ്. അതൊക്കെ സ്റ്റോക്ക് ട്രേഡിങ് വളരെ ഈസിയാണ്. അത് നമുക്ക് നല്ലൊരു പൈസ സ്റ്റോക്ക് മേടിക്കുക, ഹോൾഡ് ചെയ്യുക, അത് അവർ തന്നെയാണ് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഫോറക്സ് ട്രേഡിങ്ങിൽ നമുക്ക് ഓരോ പർട്ടിക്കുലർ ഡേയിൽ സംഭവിക്കാൻ സാധിച്ചിട്ടുള്ള പ്രൈസ് ഫ്ലക്ച്വേഷനിൽ എങ്ങനെ നമുക്ക് ട്രാൻസാക്ഷൻസ് നമുക്ക് ചെറിയ പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഫോറക്സ് ട്രേഡിങ്ങിന്റെ ഏറ്റവും ബേസിക് ലെസൺ. അത് ആണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പുതിയ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 147 തൊട്ട് 147.20 വരെയാണ് പുതിയ റേഞ്ച് ക്രിയേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ റേഞ്ചിനുള്ളിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഈ റേഞ്ചിനുള്ളിൽ ട്രേഡ് എടുക്കണം. നമുക്കൊരു ബൈ എടുക്കാനാണ്. ബൈ എടുക്കാൻ കാണിച്ചു തരാം. ഓക്കെ, ഒരു ബൈ എടുക്കാൻ പോവാം. ബൈ എടുക്കാം. ഓക്കെ, അത് ബൈ എടുത്തു. വാട്ടർ ഇറ്റ് ഈസ്, ബൈ എടുത്തു. കുറച്ച് താഴേക്ക് വന്നിട്ടായിരുന്നു നല്ലൊരു പ്രൈസ് കിട്ടിയത്. പക്ഷെ അത് ബൈ എടുത്തു. നമുക്ക് വേണ്ടത് വരുന്നത് ഈ പ്രൈസ് ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂഡ് അല്ല, ട്രേഡ് വാല്യൂഡ് ആണ്. സോ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം. ആ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കും?
സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ 46.5 അല്ലേ? സിമ്പിൾ വെച്ചാൽ മതി വെച്ചിട്ട് കാരണം ഈ റേഞ്ച് താഴേക്ക് വന്നിട്ടുണ്ട് 26.5. ഇത് അതിന്റെ ഒരു എമർജൻസി സ്റ്റോപ്പാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ താഴേക്ക് വന്നാൽ ഞാൻ മാനുവലി ക്ലോസ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് വേറെ കാര്യം. കാരണം ഇത് ഇപ്പൊ എന്റെ ഒരു പ്രൈസ് ഇവിടെ ഈ കാണുന്ന റേഞ്ച് സപ്പോർട്ട് ചെയ്യുന്നു. ക്ലോസ് ചെയ്യുന്നത് ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഈ പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് വരുമ്പോൾ ഉണ്ട്. അതുകൊണ്ട് അത് താഴേക്ക് എത്രത്തോളം പോകും എനിക്കറിയത്തില്ല. കൂടെ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഈ 147 ടച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്തില്ല. അപ്പൊ അതാണ് അവിടെ വീണ്ടും ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് എടുക്കാം. അത് സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ ട്രേഡ് എടുക്കാം. ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഓക്കെ. സോ എന്റെ 46.95 ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോപ്പ് ലോസ് എന്റെ ഇമ്മീഡിയറ്റ് ഒരു എമർജൻസി സ്റ്റോപ്പാണ്. അത് കാരണം എങ്ങാനും പ്രൈസ് പെട്ടെന്ന് കഴിച്ചു പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് മൊത്തമായിട്ടാണ് പോയി പോകാറ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ മാനുവലി ക്ലോസ് ചെയ്യും. ഈ പ്രൈസ് ഒക്കെ ഒരിക്കലും താഴേക്ക് പോയി ചെയ്യുന്നു. ഓക്കെ. ട്രേഡ് പ്രൈസ് മുന്നിലേക്ക് പോകുന്നുണ്ട്. പ്രൈസ് എത്രത്തോളം പോകുന്നില്ല വേറൊരു കാരണം മാക്സിമം റേഞ്ച് പ്രതീക്ഷിക്കുന്നത് കറണ്ട് ലണ്ടൻ ഹൈ നമുക്ക് വേണം ടാർഗറ്റ് ചെയ്യാം. ഓക്കെ. അത് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ 147.10 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പോകും നോക്കാം. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ട്രേഡിങ് സ്റ്റോപ്പ് ലോസ് എല്ലാം ഇങ്ങോട്ട് ഓപ്പണിംഗ് പ്രൈസിലേക്ക് വരും. ഓപ്പണിംഗ് പ്രൈസിൽ നിന്ന് നമുക്ക് ഡിസ്കൗണ്ടിങ് ആയിട്ട് റിസ്ക് ഫ്രീ ആണ്. നമുക്ക് റിസ്ക് ഫ്രീ ആണ്. ഓക്കെ. നോക്കാം. ഇതൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഇത് പ്രൈസ് ഈ ഏരിയ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യണം. കാരണം ഇവിടെ ഈ ഒരു ഏരിയ പ്രൈസ് ഇച്ചിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് ബ്രേക്ക് ഔട്ട് മേലേക്ക് വരും. അതിനൊരു പ്രൈസ് ഇവിടെ വീണ്ടും അത് കഴിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ മുകളിലേക്ക് പോയി. ആ പ്രൈസിനെയാണ് ഇത് പെട്ടെന്ന് തന്നെ എന്തോ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രൈസ് ബ്രേക്ക് ഡൗൺ ചെയ്തു. 3 ക്യാൻഡിലാണ് ഇത്രയും പ്രൈസ് ആക്കുന്ന ഒരു ഇതാക്കി കളയും. ഇൻവോൾവ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഈ ഒരു റേഞ്ചും പിന്നെ ഇവിടെ ഈ സപ്പോർട്ട് ഇവിടെ ഈ ക്യാൻഡിലാണ്. ഈ സപ്പോർട്ടിനെ ഇൻവാലിഡേറ്റ് ചെയ്ത് വെറും 3 മിനിറ്റിന്റെ ക്യാൻഡിൽ ഉണ്ടാവും. സോ അതൊരു ഇമ്പോർട്ടന്റ് റേഞ്ചാണ്. സോ ഇത് ബ്രേക്ക് അപ്പ് ചെയ്ത് ക്ലോസ് ചെയ്താൽ പിന്നെ ഇത് കാണിച്ചു വരാൻ ബുദ്ധിമുട്ട് കാണിക്കും. പക്ഷെ കാലഘട്ടത്തിലുള്ള പ്രൈസ് നമ്മൾ മൊത്തം കഴിക്കുന്ന കളിയാണ്. പക്ഷെ അങ്ങനെ പറ്റത്തില്ല. ചിലപ്പം താഴേക്ക് പോകും. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇച്ചിരി കുറയ്ക്കാൻ പോകും. അതായത് ഇച്ചിരി എനിക്ക് റിസ്ക് കുറയ്ക്കണം. ഞാനിപ്പോ നോക്കുന്ന റിസ്ക് കുറയ്ക്കാൻ മാത്രമാണ്. എനിക്ക് റിസ്ക് കുറയ്ക്കണം. എനിക്ക് പ്രൈസ് ഇച്ചിരി മുന്നിലേക്ക് പോയി കഴിഞ്ഞപ്പം കാരണം ഇവിടെ നിന്ന് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു റേഞ്ച് കാരണമാണ് ഞാൻ പറഞ്ഞത്. കാരണം ത്രൂ ഈ പ്രൈസ് ആക്ഷന് ഇവിടെ നിന്ന് പല പ്രാവശ്യം മുന്നിലേക്ക് പോകുന്നത് 147.10 എന്ന നിലയിലേക്ക് പോകാൻ ശ്രമിച്ചിട്ട് നടക്കാത്ത റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയിട്ട് പിന്നീട് പ്രൈസ് വന്ന് വീണ്ടും അതിന് ട്രൈ ചെയ്തിട്ട് അതിന് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. പക്ഷെ ആ പ്രൈസ് റേഞ്ചിനെയാണ് ഒരു 3 മിനിറ്റ് ക്യാൻഡിൽ കൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തത്. ഓക്കെ. സോ അത് ഒരു ഇമ്പോർട്ടന്റ് റേഞ്ചാണ്. സോ ആ റേഞ്ച് ഇപ്പൊ വീണ്ടും അതുകൊണ്ട് തന്നെ ഇത് ഇപ്പം ഈ പ്രൈസ് ഇമ്പോർട്ടന്റ് ചെയ്തിട്ടുണ്ട്. 3 മിനിറ്റ് ക്യാൻഡിലുണ്ട്. ഇപ്പോൾ മനസ്സിലാണ് ഈ റേഞ്ച് ജയിക്കുമോ അതോ ഇവിടെ ഈ റേഞ്ച് ജയിക്കുമോ കളി നമുക്ക്.
അതിന് 147.0 147.10 തമ്മിലുള്ള ഒരു റേഞ്ച് വഴിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാൻ ഇവിടെ ഇപ്പം ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനർത്ഥം ഞാൻ വിറ്റ് ചെയ്യുന്നത് മുന്നിലേക്ക് പോകുന്നതാണ്. അത് പോകാൻ ചാൻസ് ഉണ്ട്, പോകാൻ ചാൻസ് പറയാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ പ്രൈസ് വിളിച്ചോണ്ടിരിക്കുക. എനിക്ക് വേണ്ടി ക്ലോസ് ചെയ്യാം. ഞാൻ ക്ലോസ് റെഡി ആയിട്ടിരിക്കുക. ഇപ്പൊ ഈ ക്യാൻഡില് ഇപ്പൊ കഴിഞ്ഞ മിനിറ്റ് ക്ലോസ് ചെയ്ത ക്യാൻഡിലിന് ഈ നെക്സ്റ്റ് ക്യാൻഡിൽ ക്ലോസ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്ലോസ് ചെയ്യും. കാരണം അവിടെ പൈസ അവിടെ ആ റേഞ്ചിൽ കണ്ടിട്ട് ഞാൻ ക്ലോസ് ചെയ്യും. ഞാൻ എക്സെപ്റ്റ് ചെയ്തു. കാരണം ആ പ്രൈസിന് ഒരു എന്തോ കാരണത്താൽ അത് ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ ഞാനത് വെച്ചോണ്ടിരുന്ന എനിക്ക് റിസ്ക് ഉള്ള നമുക്ക് എനിക്ക് കിട്ടാവുന്ന കിട്ടും ഞാൻ എക്സെപ്റ്റ് ചെയ്യും. അത്ര എനിക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവും. അപ്പൊ വേണമെങ്കിൽ എനിക്ക് വീണ്ടും ഇവിടെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കാം. പോകും. പക്ഷെ കാരണം ഇവിടെ ഈ പ്രശ്നം ഇവിടെ കിടക്കുക. ഞാൻ ട്രെയിനിൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഈ റേഞ്ച് പ്രശ്നം ഇവിടെ കിടക്കുക. പിന്നെ ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് പറ്റി പണി കിട്ടും. സോ എനിക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-2 മിനിറ്റ് നമുക്ക് അതിന്റെ ക്യാൻഡിൽ നോക്കുക, സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ. അതായത് ഇപ്പൊ എനിക്ക് 2 ക്യാൻഡിലും അതോടെ പ്രശ്നമായിരുന്നു. പിന്നെ ഞാൻ ഒരു ക്യാൻഡിലൂടെ നോക്കി പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ എക്സിറ്റ് ചെയ്തു. ചിലപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി എൻ്റെ പ്രൈസ് താഴേക്ക് പോയി ഞാനിപ്പോൾ ലോസിലായിരിക്കും ക്ലോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ വളരെ ചെറിയ പ്രോഫിറ്റ് എടുത്താണ് ചെയ്തത്. എനിക്ക് വേണമെങ്കിൽ 147.10 ക്ലോസ് ചെയ്യായിരുന്നു. ലോബിനെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോഴാണ് നിങ്ങളെ കാണിച്ചു തന്നാണ് എന്തുകൊണ്ട് ഞാൻ ഇവിടെ എനിക്ക് ഈ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്തത്. കാരണം ഇതിന് മേളിലേക്ക് പോയിരുന്നെങ്കിൽ 147.2 ഉറപ്പായിട്ടും പോയി. പക്ഷെ ഇവിടുന്ന് ആ ഒരു പ്രശ്നം കാണിക്കുന്നത് കൊണ്ടാണ് ഞാനത് ഈ ക്യാൻഡിൽ ഈ ലാസ്റ്റ് ഗ്രീൻ ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ മാനുവലി എക്സിറ്റ് ചെയ്തത്. ചെറിയ പ്രോഫിറ്റ് ഞാൻ എക്സിറ്റ് ചെയ്തില്ലായിരുന്നല്ലോ ഞാൻ ലോസിൽ ഞാൻ ഇതായിപ്പോയി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ട്രേഡ് നമ്മൾ വീണ്ടും ഈ പർട്ടിക്കുലർ ഡേ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും നമ്മൾ അനലൈസ് ചെയ്യണം. ഓക്കെ, നമ്മൾ വീണ്ടും ഇവിടെ പോയി സെല്ല് എടുക്കുകയോ ചെയ്യരുത്. നമുക്ക് ഇപ്പോൾ നമ്മൾ റിവെഞ്ച് ട്രേഡിങ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഓക്കെ, ഇവിടെ ഞാൻ എക്സിറ്റ് ആയി. ഓക്കെ, ഇത് പ്രൈസ് താഴേക്ക് പോകുന്നു. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഒരു സെല്ല് എടുത്തേക്കാം. നമ്മുടെ സെല്ല് എടുക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ല് എടുക്കാനുള്ള പ്രശ്നം എന്ന് പറയുന്നത് പുതിയ ലണ്ടൻ ഹൈ ആണ്, പുതിയ ലണ്ടൻ റേഞ്ച് ആണ്. ആ ലണ്ടൻ റേഞ്ചിൽ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് സെല്ല് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബെറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ആ ലണ്ടൻ റേഞ്ചിനെ ഇൻവാലുവേറ്റ് ചെയ്ത് താഴേക്ക് പോകുന്നതാണ്. ഇവ മാർക്കറ്റ് പോലും അത് ഇൻവാലുവേറ്റ് ചെയ്തിട്ടില്ല. അതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് ഇൻവാലുവേറ്റ് ചെയ്ത് താഴേക്ക് പോകുമ്പോൾ ഇന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. സോ അത് നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഇൻവാലുവേറ്റ് ചെയ്ത സാധനം താഴേക്ക് പോയി കഴിഞ്ഞാൽ അപ്പം നോക്കാം. അല്ലെങ്കിൽ ഇൻവാലുവേറ്റ് ചെയ്ത് താഴേക്ക് പോയിട്ട് പിന്നെ ഈ പർട്ടിക്കുലർ ഡേയുടെ ഇന്നത്തെ ദിവസത്തിന്റെ റേഞ്ചിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഏഷ്യൻ റേഞ്ചിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പൊ ആ റേഞ്ച് പ്ലേ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ,